നിലമ്പൂരിൽ അംഗം മുറുകി. നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പരമാവധി വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ബൂത്തുകളിൽ UDF പ്രചാരണത്തിന് അബ്ബാസ് അലി തങ്ങൾ തുടക്കമിടും. LDF പ്രചാരണത്തിനായി മന്ത്രിമാർ നിലമ്പൂരിലേക്ക്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഇന്ന് ഈ 4 മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾ എങ്ങനെയാണ് ഷഹദ്? ഉന്മേഷ സ്മിത, ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 4 മുന്നണികളും ഇന്നു മുതൽ, അതായത് ഒരു മത്സര ചൂടിലേക്ക് കടക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക കൺവെൻഷൻ പൂർത്തിയായി. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന LDFന്റെ ഔദ്യോഗിക കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം NDAയുടെ മുതിർന്ന നേതാക്കളൊക്കെ ജില്ലയിലുണ്ട്. മാത്രമല്ല അടുത്ത ദിവസം മുഖ്യമന്ത്രി വീണ്ടും ജില്ലയിലേക്ക് എത്തുന്നു. 3 ദിവസം മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സമാനമായ രീതിയിൽ UDFന്റെ ക്യാമ്പാകട്ടെ സജീവമായിട്ട് UDFന്റെ എല്ലാ നേതാക്കളും, അതായത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ജില്ലയിലുണ്ടാകും അല്ലെങ്കിൽ മണ്ഡലത്തിലുണ്ടാകും എന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ പ്രധാനമായിട്ടും ഈ പരിപാടികളൊക്കെ നടക്കുക. ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യത്തെ ഈ കൺവെൻഷനും അതുപോലെ തന്നെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ UDFന്റെ ആദ്യ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തികളെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളെയും കൂടാതെ മതമേലധ്യക്ഷന്മാരെയും പ്രമുഖരെയും ഒക്കെ കാണുന്ന ചടങ്ങായിരുന്നു UDF പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ആ 1ാം ഘട്ടം പൂർണ്ണമായിട്ടും പൂർത്തിയായി. ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ 2ാം ഘട്ടത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഉൾമേഖലകളിലേക്ക് കൂടുതൽ കയറി ചെന്ന അവിടെയുള്ള വോട്ടർമാരെ പരമാവധി കണ്ട് വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് UDF ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. നഗരപരിധിയിൽ നേതാക്കളുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമങ്ങളും അതുപോലെ തന്നെ കൺവെൻഷനുകളും സംഘടിപ്പിച്ച പരിപാടികൾ സജീവമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDF റോഡ് ഷോയ്ക്ക് പ്രധാനമായിട്ടും പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം ആദ്യ ദിനം തന്നെ 2-ലധികം റോഡ് ഷോ സംഘടിപ്പിച്ച മണ്ഡലത്തെ ഇളക്കിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്ത ദിവസവും വലിയ രീതിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ സ്ഥാനാർത്ഥി കയറി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ നമുക്കറിയാം, ഇന്നലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ സമയത്ത് തന്നെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു M സ്വരാജിനൊപ്പം ഉണ്ടായിരുന്നത്. ബാക്കി ആളുകളെ മുഴുവൻ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ സജീവമാക്കിയിരിക്കുകയായിരുന്നു. NDA സംബന്ധിച്ച ഇന്നു മുതലാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ BJP നേതാക്കൾ, അതായത് BDJSന്റെ നേതാവും BJPയുടെ നേതാക്കളും മണ്ഡലത്തിലുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്ന് ഇനി മുന്നോട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആസൂത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് BJP പറയുന്നത് ഇതിനോടകം തന്നെ ബൂത്ത് മണ്ഡലം തലങ്ങളിലുള്ള യോഗങ്ങളൊക്കെ പൂർത്തിയായതാണ്. അത് മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും മഴയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ തന്നെ നിലനിൽക്കും. ഉന്മേഷ്, സ്മിത. ഷഹദ് റഹ്മാനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഒപ്പം ശ്രീജിത്ത് ശ്രീകുമാരനും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വിലയിരുത്തലുകൾ പറയുമ്പോൾ അൻവർ ഒരു നിർണായക ഘടകമാകും എന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ കണ്ടത് UDF അൻവറിന്റെ പേര് പരാമർശിക്കാതെ തന്നെ LDF UDF പോരാട്ടമാണ് പ്രധാനമായും അവിടെ നടക്കുക. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ്, ഏതെല്ലാം നേതാക്കൾ എത്തുന്നുണ്ട്, കൂടുതൽ വിവരങ്ങളുണ്ടോ? 4 പേരും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് നിലമ്പൂർ പോവുകയാണ്. തീർച്ചയായും ഒരു ചതുഷ്കോണ മത്സരമെന്ന പ്രതീതി നിലമ്പൂരിൽ വന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മോഹൻ ജോർജിന്റെ കടന്നുവരവാണ്. അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. UDFന്റെ പ്രധാനപ്പെട്ട പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു BJPയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. മോഹൻ ജോർജ് ഒരു ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്, മലയോര മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. ആ പ്രദേശത്തെ വോട്ടുകൾ പൂർണ്ണമായി ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നാണ് BJP ആ ഒരു ഘട്ടത്തിൽ മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അൻവറിൻ്റെ പേര് ഒരു ഘട്ടത്തിൽ പോലും എടുത്തു പറയാൻ LDFO UDFO തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും എടുത്തു പറയേണ്ടത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അത് ആശങ്കയുണ്ട്. അതിലേറ്റവും കൂടുതൽ ആശങ്ക അത് UDFന് തന്നെയാണ്. അത് ഇടതുവിരുദ്ധ വോട്ടുകൾ, പിണറായിത്തിനൊക്കെ എതിരെ വലിയ മുദ്രാവാക്യമൊക്കെ ഉയർത്തിയാണ് അൻവർ പോരാട്ടത്തിനിറങ്ങിയത് അല്ലെങ്കിൽ രാജിവെച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി ഇടതുവിരുദ്ധ വോട്ടുകൾ
വോട്ടുകളായിരിക്കും. ആ വോട്ടുകൾ പൂർണ്ണമായി അൻവറിൻ്റെ പെട്ടിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് UDF ക്ഷീണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം UDF പ്രവർത്തകർ പറയുന്നത്. കൺവെൻഷനിൽ പങ്കെടുത്ത UDF പ്രവർത്തകർ വരെ അത്തരത്തിലൊരു ആശങ്ക പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു ഘട്ടത്തിൽ പോലും UDF നേതാക്കൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അൻവർ മത്സരിക്കുമെന്നത്. UDF നേതാക്കൾ ആരും തന്നെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും, അല്ലെങ്കിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് പിന്തുണ അൻവർ പ്രഖ്യാപിക്കും, അങ്ങനെയൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അതൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അൻവർ കൃത്യമായ രീതിയിൽ അൻവർ തന്നെ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ നേതാക്കൾ, ആ നേതാക്കളുടെ ലിസ്റ്റ് നമുക്ക് 3 മുന്നണികളും തന്നിട്ടില്ല. MV ജയരാജൻ തുടരുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കൾ തുടരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും തന്നെ മണ്ഡലത്തിൽ സജീവമാകും. ഇന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പര്യടനം ആരംഭിക്കുന്നത് പോത്തുകൽ, അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തിൽ നിന്നാണ്, പോത്തുകലിൽ നിന്നാണ്. അവിടെയൊക്കെ വലിയ സ്വീകരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ അദ്ദേഹത്തിന് ഇവിടെ നിലമ്പൂർ നഗരസഭയിൽ തന്നെ നല്ല സ്വീകരണമൊക്കെ ലഭിച്ചിരുന്നു. അങ്ങനെ UDF സ്ഥാനാർത്ഥിയും സമാനമായ രീതിയിലുള്ള സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പല മേഖലയിലൂടെയും കടന്നു പോകുന്നുണ്ട്. എന്തായാലും ഒരു ചതുഷ്കോണ മത്സരത്തിന് നിലമ്പൂരിൽ കളമൊരുങ്ങിയിരിക്കുന്നു നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നിസ്സംശയം പറയാം. ഉന്മേഷ, സ്മിത. ശ്രീജിത്ത് ശ്രീകുമാരനും ഷഹദ് റഹ്മാനുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.